I have given a foolproof prescription to anybody to get victory over anger in 6 months. 6 മാസത്തിനുള്ളിൽ കോപത്തിന്റെ മീതെ ജയം കിട്ടാനായിട്ടുള്ള ഒരു എളുപ്പ വഴി, ഒരു ഉറപ്പുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു കൊടുത്തു. Kingdom of God, righteousness in the Holy Spirit which exceeds the righteousness of the Pharisees. പരീശന്മാരുടെ നീതിയെ കവിയുന്നതായ ഒരു നീതി ദൈവരാജ്യത്തിൽ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. You want to get it? I can give you a written guarantee. In 6 months you'll finish with anger. ഈ 6 മാസത്തിനുള്ളിൽ കോപം എന്ന് പറയുന്ന മാരക രോഗത്തിൽ നിന്നും പൂർണ്ണ സൗഖ്യം കിട്ടാനുള്ള കുറിപ്പടി ആർക്കാ വേണ്ടത്? ഞാനത് എഴുതി തരാൻ വേണ്ടി I can also give it in writing that 99% of you will not do it. ഞാൻ ഈ മരുന്നിനുള്ള കുറിപ്പ് തരുമ്പോൾ തന്നെ വേറെ കാര്യം കൂടെ എഴുതി വേണമെങ്കിൽ തരാം. ഈ കുറിപ്പടി വാങ്ങിക്കുന്ന 99 പേരും അത് ചെയ്യത്തില്ല, ആ മരുന്ന് കഴിക്കത്തില്ല. ഞാൻ പറഞ്ഞ സസ്പെൻസ് നിർത്താൻ പറ്റില്ലല്ലോ. മരുന്ന് എന്താ നിങ്ങൾ പറഞ്ഞേക്കാം. നിങ്ങൾ ഇനി കോപിക്കുമ്പോൾ ആരോടെങ്കിലും നിങ്ങൾ ഒച്ചയിട്ട് കോപത്തിൽ സംസാരിച്ചു, രക്ഷിക്കപ്പെട്ട ഒരാളാണെന്നെങ്കിൽ അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകും, ഉള്ളിൽ പരിശുദ്ധാത്മ ബോധ്യം തരും നിങ്ങൾ പാപം ചെയ്തു, തെറ്റാ ചെയ്തത്. നിങ്ങൾ വീട് ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ആ നിമിഷത്തിൽ തന്നെ ബോധ്യമുണ്ടാവും. കാരണം നിങ്ങളുടെ ഉള്ളിലെ മനസ്സാക്ഷി ദൈവത്താൽ ജീവിപ്പിക്കപ്പെട്ടതാണ്. മനസ്സാന്തരപ്പെടാത്ത മിക്കവരുടെ സമയത്തോളം മനസ്സാക്ഷി മരിച്ചു കിടക്കുന്നതുകൊണ്ട് അവർക്ക് എത്ര കോപിച്ച് സംസാരിച്ചാലും ആ കുറ്റബോധമൊന്നുമില്ല. അങ്ങനെ കോപത്തോടെ മോശമായ വാക്കുകളൊക്കെ കോപിച്ചട്ടതിന് ശേഷവും ഉള്ളിൽ ഒരു വിമിഷ്ടവും വിഷവും ഇല്ലെന്ന് വരിക നിങ്ങളുടെ സ്ഥിതി പരിതാപകരമാണ്. ഇങ്ങനെ തുറസായ സ്ഥലത്ത് പ്രസംഗിച്ച ഒരാള് ഇങ്ങനെ പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ട്, പാപത്തിന്റെ ഭാരത്തെ കുറിച്ച് പറഞ്ഞു. ഒരാള് ഈ പ്രസംഗനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, സുവിശേഷക പ്രസംഗി, എനിക്ക് പാപത്തിന്റെ ഭാരമൊന്നും തോന്നുന്നില്ലല്ലോ. ഒട്ടും വൈകാതെ പ്രസംഗൻ മറുപടി കൊടുത്തു, മരിച്ചു കിടക്കുന്ന ഒരു ശവശരീരത്തിന്റെ മീതെ നീ എത്ര കിലോ ഭാരം വെച്ച് നോക്കിയോ, അവൻ യാതൊരു ഭാരം തോന്നത്തില്ല. നിങ്ങൾക്ക് ഭാരം തോന്നണമെന്ന് വരികയിൽ ജീവൻ വെച്ച് വരണം. ജീവനുള്ളതിനല്ലേ ഭാരം തോന്നുള്ളൂ. നിങ്ങൾ കോപിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് പാപബോധം നൽകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. നല്ല നിങ്ങൾക്ക് ജീവൻ ഉണ്ടെന്നുള്ളതാണ് തെളിയിക്കുന്നത്. ആരെങ്കിലും ഒരു മുട്ടുസൂചിയോട് നിങ്ങളുടെ കയ്യിൽ ആഞ്ഞു കുത്തിയാൽ നിങ്ങൾക്ക് വേദന തോന്നാറുണ്ടോ? അത് നല്ല കാര്യമാണ്, അത് അനുഗ്രഹമാണ്. 15 മിനിറ്റ് കഴിഞ്ഞാണോ സൂചി കൊണ്ട് കുത്തിയ വേദന എടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഒരു വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാകണം. സാധാരണ മനുഷ്യർ, ജീവിക്കുന്ന മനുഷ്യരെ സമയത്തോളം സൂചി കൊണ്ട് കുത്തിയാൽ അപ്പം തന്നെ വേദന എടുക്കും. നിങ്ങൾ കോപിക്കുമ്പോൾ നിങ്ങൾക്കത് അത് സ്പർശിക്കാൻ, അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? നല്ല കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കോപത്തിന്റെ അവസ്ഥയില് ദൈവത്തിന്റെ അടുക്കേക്ക് നിങ്ങൾ ഒരു ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഒരു 30 സെക്കൻഡുകളിലേക്കെങ്കിലും നിങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെ ഒന്ന് തലമുനിക്കുക. ഹൃദയത്തിൽ ദൈവത്തോട് പറയുക, കർത്താവേ, ഞാൻ അനുഭവിക്കുന്നു, ഞാൻ അങ്ങയുടെ പ്രമാണത്തെ ഞാൻ ലംഘിച്ചിരിക്കുന്നു, എന്നോട് ക്ഷമിക്കണം, എന്നെ ശുദ്ധീകരിക്കണമേ. 30 സെക്കൻഡുകൾക്കുള്ളിൽ ഇത് ചെയ്യാൻ കഴിയും. നിങ്ങൾ എഴുന്നേൽക്കുക. ഓഫീസിലുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ അടുക്കലേക്ക്, വീട്ടിലാണെങ്കിൽ ആരോട് കോപിച്ചു ആ ആളിന്റെ അടുക്കൽ ചെല്ലുക. ഒരു മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ആ വ്യക്തിയോട് പറയുക, ഞാൻ കോപിച്ച് സംസാരിച്ചു പോയി, അരുതാത്ത ചെയ്തു പോയി, ഞാൻ അനുഭവിക്കുന്നു, എന്നോട് ക്ഷമിക്കണം. വൈകുന്നേരമാകാൻ സൂര്യൻ അസ്തമിക്കാനായിട്ട് കാത്തിരിക്കരുത്. നിങ്ങളുടെ കാലയിൽ ഒരു മുള്ള് തറച്ചു കയറിയാല് സന്ധ്യ ആകട്ടെ, സൂര്യൻ അസ്തമിക്കുന്ന സമയമുണ്ടല്ലോ എന്ന് നിങ്ങൾ പറയാറുണ്ടോ? ആളുകൾ പലരും ആശ്വാസം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് അനുഭവിച്ചാൽ മതിയല്ലോ, വൈകിട്ടത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. കാലയിലെ മുള്ളൊക്കെ തറച്ചാൽ, ഒരു മുള്ള് തറച്ചു,
ഇനി അടുത്ത മുള്ളും കൂടെ തറച്ചോട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വെറുതെ മെനക്കെടുത്തില്ല, ഒരുമിച്ച് പോയിട്ട് എല്ലാം കൂടെ പറിച്ചു കളയാമെന്ന് വിചാരിക്കുന്ന പോലെയാ. കൈ ഇങ്ങനെ കത്തി കൊണ്ട് വല്ലതും മുറിഞ്ഞു കഴിഞ്ഞാല് ഇനി എത്ര മണിക്കൂർ ബാക്കിയുണ്ട്, വൈകിട്ടത്തേക്ക് ബാൻഡേജ് ചെയ്താൽ മതിയല്ലോ, അതുവരെ ഇത് പടുത്തോട്ട് എന്ന് നാം വിചാരിക്കുമോ? കയ്യോ കാലോ വീണ് ആക്സിഡന്റിലോ മറ്റോ ഒടിഞ്ഞു കഴിഞ്ഞാല് രാവിലെയാണെങ്കിൽ ഒട്ടും തിടുക്കം വേണ്ട, വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ പ്ലാസ്റ്റർ ഇടാൻ. See, to us sin is not serious. That's the problem. ഈ കാര്യങ്ങളിലൊക്കെ നമ്മുടെ എത്ര തിടുക്കത്തിലാണ് പ്രതിവിധി നേടുന്നത്. പക്ഷെ പാപം നമ്മെ സമയത്തോളം അത്ര ഗൗരവമുള്ള ഒരു കാര്യമായിട്ടില്ല. Now, okay, you've done that. നിങ്ങൾ ആരോടാണ് പാപം ചെയ്ത് കോപിച്ചത് അവരോട് ചെന്ന് ക്ഷമ ചോദിച്ചു കഴിഞ്ഞു. Half an hour later, അരമണിക്കൂർ കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത നിങ്ങൾ അസ്വസ്ഥമാക്കുന്ന ഒരു കാര്യം ഉണ്ടായി, പിന്നെയും ചെന്ന് ബഹളം കൂട്ടി. അരമണിക്കൂറിനുള്ളിൽ നിന്റെ ഭാര്യ വീണ്ടും വേറൊരു മണ്ടത്തരം കാണിച്ചു വീട്ടിൽ. ചിലപ്പോ ഭർത്താവായിരിക്കും ഒരു പോഷത്വം അവരിൽ നിന്ന് വീണ്ടും ഉണ്ടായി. വീണ്ടും അസ്വസ്ഥയാകുന്നു. ഇതേ ടാബ്ലറ്റ് തന്നെയാണ് വീണ്ടും കഴിക്കേണ്ടത്. 30 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ദൈവസന്നിധിയിൽ തലകുനിച്ച് അനുതാപത്തോടെ അവനോട് ക്ഷമ ചോദിക്കുക. ഉടനെ തന്നെ എഴുന്നേറ്റ് 1 മിനിറ്റിനുള്ളിൽ തന്നെ വാച്ച് തോന്നിക്കണം കേട്ടോ, 1 മിനിറ്റിനുള്ളിൽ തന്നെ ക്ഷമ ചോദിക്കലും കഴിഞ്ഞിരിക്കണം. അപ്പൊ മാത്രമേ ഗുളിക മുഴുവൻ എടുത്തിട്ടുള്ളൂ. ടാബ്ലറ്റ് നല്ല കാര്യമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ആദ്യത്തെ 30 സെക്കൻഡിന്റെ ഹാഫ് ടാബ്ലറ്റ് പല നിർത്തിക്കളയാം, കാരണം ഡോസ് കൂടി പോകുന്നുള്ള പേടിയാണ്. ഇല്ല, ടാബ്ലറ്റിന്റെ രണ്ടാമത്തെ ഭാഗവും കഴിക്കണം, ചെന്ന് ക്ഷമ ചോദിക്കണം. 1 മണിക്കൂർ കഴിഞ്ഞ് ആദ്യത്തെ 2 പ്രാവശ്യത്തെക്കാളും പിന്നെയും അത്ര ഭയാനകമായ മണ്ടത്തരം ഭാര്യ കാണിച്ചു. ഭർത്താവായ നീ രോഷം കൊണ്ട് തിളച്ചു. അപ്പൊ നിനക്ക് മനസ്സിലാകുന്നു, ഇത് ഞാൻ വിചാരിച്ച പോലെ ചെറിയ ജലദോഷം പനിയൊന്നും അല്ലല്ലോ, ഗൗരവമുള്ള രോഗമാണ്. ഓരോ മണിക്കൂറും ഞാൻ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരുന്നു. സാരമില്ല, കഴിക്കണം. ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുക, ആ വ്യക്തിയുടെ അടുക്കിലേക്ക് പോകുക. യേശു പറഞ്ഞ പോലെ, as we were saying, if we do this regularly, കർത്താവ് പറഞ്ഞല്ലോ, ഒരു ദിവസം കോപിക്കുന്ന കാര്യത്തെക്കുറിച്ച് സഹോദരനോട് ക്ഷമിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ 70 വട്ടം പറഞ്ഞല്ലോ. 490 പ്രാവശ്യം ഒരു ദിവസം കോപിച്ചാലും 490 പ്രാവശ്യം ഈ ഗുളിക കഴിക്കണം. നാം അങ്ങനെ ചെയ്താൽ, അങ്ങനെ നമുക്ക് ആർക്കും അത്രയൊന്നും ചെയ്യേണ്ടി വരത്തില്ല. അത് കുറഞ്ഞ സമയം നാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പ് തരാനായിട്ട് കഴിയും, 6 മാസത്തിനുള്ളിൽ പൂർണ്ണമായും ഈ ക്ഷിപ്രകോപത്തിൽ നിന്ന് നിങ്ങൾ വിടുവിക്കപ്പെടും. നിങ്ങളെ അത് പിന്നെ അലട്ടുകയും. നിങ്ങളുടെ ഈ രോഗത്തിന്, ഈ മാറാരോഗം നിങ്ങൾ കരുതിയ ഈ രോഗത്തിന്റെ ഒരു പ്രതിവിധി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇത് നിങ്ങൾ ഈ മരുന്ന് നിങ്ങൾ കഴിക്കുമോ ഇല്ലയോ എന്നുള്ളത് വരുന്ന ദിവസങ്ങൾ തെളിയിക്കും. പാപത്തിന്റെ മേൽ എനിക്ക് ജയം ലഭിക്കുക അസാധ്യമാണെന്ന് ദയവായി ഇനി മേലാൽ നിങ്ങൾ പറയരുത്. അതിന്റെ സ്ഥാനത്ത് നിങ്ങൾ എന്താ പറയേണ്ടതെന്ന് അറിയാമോ? എനിക്ക് കോപത്തിന്റെ മേലുള്ള ഒരു ജയം ആവശ്യമില്ല. നിങ്ങൾ എത്രത്തോളം വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നു അത്രത്തോളം വേണ്ട. അതെ, ആവശ്യമുണ്ടെന്ന് പറയും. മലയാളത്തിൽ പറയുന്ന ഉടനെ വേണ്ട, ഈ മരുന്ന് കഴിക്കാൻ തക്ക ആവശ്യമൊന്നും ഇല്ല. റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. പരിശുദ്ധാത്മാവിന്റെ നീതിയെക്കുറിച്ചുള്ള അത്ഭുതകരമായ കാര്യം. അത് നമ്മുടെ ഉള്ളിലാണ് ദൈവം പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഉള്ളിലാണ് ദൈവം ആ പ്രവൃത്തി ചെയ്യുന്നത്. നമ്മുടെ പാപങ്ങൾ നമ്മോട് ക്ഷമിക്കണമെന്ന് പിതാവിനോട് അപേക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവാണ്.
നാം പാപം ചെയ്ത തെറ്റ് ചെയ്ത വ്യക്തികളോട് പോയി അനുദപിച്ച് ക്ഷമ ചോദിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. He is the one who gives us power so that we don't fall into anger or any other sin. കോപത്തിലോ മറ്റേതെങ്കിലും പാപത്തിലോ നാം വീഴാതിരിക്കാൻ നമ്മെ സഹായിക്കുന്നത്, നമ്മെ കാക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. This is the difference in the kingdom of God and that Old Testament kingdom which Israel had. ദൈവത്തിന്റെ രാജ്യവും പഴയ നിയമകാലത്ത് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ആ രാജ്യവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. In the Old Testament, God gave them laws, but nothing to help them. പഴയ നിയമകാലത്ത് ദൈവത്തിന്റെ ജനത്തിന് ദൈവം ന്യായപ്രമാണം നൽകി, അത് അവരെ സഹായിച്ചില്ല. The law could not help them to overcome sin. ഈ ന്യായപ്രമാണത്തിന് ദൈവം നൽകിയ പ്രമാണങ്ങൾക്ക് പാപത്തിൽ നിന്ന് അവരെ സ്വതന്ത്രരാക്കുവാൻ കഴിഞ്ഞില്ല. But in the new covenant, എന്നാൽ പുതിയ ഉടമ്പടിയിൽ not only gives us laws, അവൻ നമുക്ക് നിയമങ്ങൾ നൽകുന്നു എന്ന് മാത്രമല്ല, but അതിന്റെ സ്ഥാനത്ത് power to overcome. അതിനെ ജയിക്കാനുള്ള ശക്തിയും നൽകുന്നു. Yeah, so as I was saying, in the New Testament, the difference is He not only tells us His standard, but gives us the power to overcome. പുതിയ നിയമത്തിലെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ പ്രമാണം എന്നറിയാമോ? നമുക്ക് അവിടുന്ന് വളരെ ഉയർന്ന നിലയിലുള്ളതായിരിക്കുന്ന പ്രമാണങ്ങൾ തരുന്നുവെന്ന് മാത്രമല്ല, അത് നിവർത്തിക്കുവാനുള്ള ശക്തിയും പരിശുദ്ധാത്മാവിലൂടെ നൽകുന്നു. Like someone said, the law tells you to run, but gives you neither hands nor feet. ഒരു ദൈവ മനുഷ്യൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു, ന്യായപ്രമാണം നമ്മോട് ഓടാനാണ് പറയുന്നത്, പക്ഷേ കാലുകൾ നമുക്ക് നൽകുന്നില്ല. How can you run without hands or feet? നമുക്ക് കാലുകളില്ലാതെ കൈകളില്ലാതെ എങ്ങനെയാണ് ഓടാൻ പറ്റുന്നത്? But the gospel brings better news. സുവിശേഷം നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു സത്വാർത്ത നൽകുന്നു. It doesn't tell us to run, it tells us to fly. ഓടാനാണ് നമ്മോട് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഇത് സുവിശേഷം നമ്മോട് പറയുന്നത് എന്താണെന്ന് പറക്കാൻ. Standard is higher. പുതിയ നിയമത്തിന്റെ നിലവാരം പഴയ നിയമത്തെക്കാളും ഉയർന്നതാണ്. But it gives us wings. എന്നാൽ അതിന്റെ സന്തോഷകരമായ ഭാഗം എന്താണെന്ന് അറിയാമോ? കാലുകൾ നൽകാതെ ഓടാൻ പറയുന്ന പോലെയല്ല, ചിറകുകൾ നൽകി പറക്കാൻ പറയുന്ന ഒരു ദൈവമാണ് നമുക്ക് സുവിശേഷം നൽകി. So the gospel is easier. അതുകൊണ്ട് തന്നെ സുവിശേഷത്തിന്റെ മാനദണ്ഡം, അതിന്റെ നിലവാരം എത്ര ഉന്നതമാണെങ്കിലും സുവിശേഷം സദ്വർത്തമാനമാണ്, എളുപ്പമാണ്. Is it easier to fly or to run? നിങ്ങൾ പറഞ്ഞാട്ടെ, പറക്കുന്നതാണോ എളുപ്പമുള്ള കാര്യം, ഓടുന്നതാണോ? Just that, it's easier to run. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളെന്ന് വരികയില്ല. ഉത്തരം വളരെ എളുപ്പമാണ്, ഓടാൻ എളുപ്പം അല്ലേ? But is it easier to run without legs or to fly with wings? എന്നാൽ രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ, കാലില്ലാതെ ഓടുന്നതാണോ ചെറുതുകളോടുകൂടി പറക്കുന്നതാണോ ഏതാ എളുപ്പം? രണ്ടാമത്തേതാ, നിങ്ങൾക്കറിയാം. So that's the gospel and the law, the difference. ന്യായപ്രമാണവും സുവിശേഷവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. The law told you to live up to the standard, gave you no help. ന്യായപ്രമാണം ജീവിക്കുവാനുള്ള ഒരു മാനദണ്ഡം എനിക്ക് നൽകി, പ്രമാണങ്ങൾ നൽകി, പക്ഷേ എന്നെ സഹായിക്കുന്നില്ല, കാലുകളില്ല. Jesus came with a higher standard. He gave us the Holy Spirit to live up to that standard. യേശു അതിനേക്കാൾ ഉന്നതമായിരിക്കുന്ന ഒരു നിലവാരം എനിക്ക് തന്നു, എന്നോട് ഉന്നത പ്രമാണങ്ങൾ പറഞ്ഞു, പക്ഷേ ജീവിക്കാനായിട്ടുള്ള ശക്തിയും തരുന്നു. And that's why we need to be filled with the Holy Spirit all the time. അതുകൊണ്ട് തന്നെയാണ് ദൈവരാജ്യത്തിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന, ക്രിസ്ത്യ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിരന്തരം നിറയപ്പെടേണ്ടത് ആവശ്യമായിരിക്കുന്നു. I cannot glory in any victory God's given me over anger in my home. എന്റെ വീട്ടിലെ ജീവിതത്തിൽ കോപത്തിന്റെ മേൽ എനിക്ക് ദൈവം നൽകിയ ജയത്തെ കുറിച്ച് എനിക്ക് ഒന്നും പോയിടാനില്ല. It's true. I never shout at my wife. I never get angry with her for many years now. വർഷങ്ങളായിട്ട് എന്റെ സാക്ഷ്യം ഞാൻ പറയാം, ദൈവകൃപയാൽ എന്റെ ഭാര്യയോട് ഞാൻ ഒച്ചയിടാറില്ല, അവിടെ ഞാൻ കോപിക്കാറില്ല. I don't get angry with my co-workers in my church. സഭയിലുള്ളതായിരിക്കുന്ന എന്റെ കൂട്ട സഹോദരന്മാരോടും ഞാൻ കോപിഷ്ഠനാകാറില്ല.